ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? ടാരോ എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി കാണും. അതുകൊണ്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് റീഡിംഗ് എടുത്തുകൊണ്ട് മാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. ഓക്കെ, കളക്റ്റീവാണ്, ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ടാവും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, എങ്കിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാർഡ്സ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. എന്താണ് the guidance? എൻ്റെ കാർഡ് തുള്ളിപ്പോയി. നോക്കാം. 8 of swords, Knight of swords, Ace of swords. swords ആണല്ലോ കൂടുതൽ. Page of wands, 8 of cups, 9 of wands ആണ്. ബോട്ടം എനർജി ക്യൂൻ ഓഫ് കപ്സ് ആണ്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം, റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 8 ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് സോർട്സ്, പേജ് ഓഫ് വാൺസ്, 8 ഓഫ് കപ്സ്, 9 ഓഫ് വാൺസ്, ക്യൂൻ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജി ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ കുറേ വ്യക്തികൾ വളരെയധികം നെഗറ്റീവായിട്ട് സ്വയം ഒരു സെൽഫായിട്ട് ബ്ലെയിം ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. അതായത് എനിക്കൊന്നും കഴിവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് സ്വയം ഒരു ഇരയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതൊരു കർമ്മയാണ് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ വന്നിട്ട് നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം പറയുന്നതെന്ന് വിചാരിക്കരുത്. കാരണം പറയേണ്ടതാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചതി നിങ്ങളുടെ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ച് നിങ്ങളുടെ കഴിവുകളെ കാണാതെ കഴിവുകേടുകളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളും ശക്തിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തലത്തിൽ വിജയിച്ചിട്ട് മുന്നോട്ടേക്ക് വന്നവരുമായിരിക്കാം. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തരത്തിലുള്ള ഒരു ചതിയോ എന്തെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അങ്ങനെയുള്ള എവിടെയായാലും നിങ്ങളിലേക്ക് ഒരു ചതി നടന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം നിങ്ങളോട് തന്നെ ഒരു വിക്ടിം മെൻറ്റാലിറ്റി വരുന്നു എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ സ്വന്തം കഴിവുകളെയോ കാര്യങ്ങളെയോ അല്ലെങ്കിൽ ശക്തിയോ തിരിച്ചറിയാതെ കെട്ടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നെഗറ്റീവ് തോട്ട്സോടുകൂടി അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് സ്വയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പല ഓപ്പർച്യൂണിറ്റീസും ചുറ്റിലുമുണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ജയിൽ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ ഞാൻ പെട്ടുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ഈ ഒരു സമയം കടന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കാതെ ഈ നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതിനെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വളരെ ലൂസണായിട്ട് കെട്ടിയിരിക്കുന്ന കെട്ടുകളാണ് കയ്യിലും കണ്ണിലും. അതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നെ അത് അഴിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റും. നിങ്ങൾ തന്നെയാണ് അത് അഴിക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മാറി നിൽക്കുക.
ഇമോഷണലി നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. കാരണം ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, കർമ്മയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക, ഇമോഷണലി ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചിന്തകളെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിനൊക്കെ മറികടന്ന് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിജയം വരുന്നുണ്ട്. ആ ഒരു കർമ്മ തീരുമ്പോൾ, ആ ഒരു കർമ്മ തീരുന്നതിൻ്റെതിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടേത്. അപ്പോൾ ഈ ഒരു ഇതും എനിക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റും, ഓവർകം ചെയ്യാം. ഇതുവരെ ഞാൻ എത്തിയല്ലോ, അപ്പോൾ ഇതിനെനിക്ക് സാധിച്ചല്ലോ, അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോകും എന്നുള്ള ധൈര്യത്തിൽ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ നിങ്ങൾ വെള്ളം കുടിക്കുക, ഇമോഷണലി ബാലൻസ്ഡ് ആവുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക, നല്ല നല്ല മോട്ടിവേഷണലായിട്ട് വീഡിയോസ് കാണുക, അതുപോലെ തന്നെ നല്ല സോങ്സൊക്കെ പ്ലേ ചെയ്യുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏർപ്പെടുക, ഇതൊക്കെ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, പ്രാർത്ഥിക്കുക നന്നായിട്ട്. ഓക്കെ, എങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, യൂണിവേഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പരീക്ഷിക്കുന്നതാണ് യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിജയിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. യൂണിവേഴ്സിൻ്റെ പോരാളികളാണ്, അതിൽ വിജയിക്കുക, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അടുത്ത നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്താലും വിജയിക്കും എന്നുള്ള രീതിയിൽ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളിലും മൂവ്മെൻറ്റ്, ചിന്ത, ഇതൊക്കെ വരുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഒരു വഴക്ക്, ഒരു ആർഗ്യുമെൻ്റ് കൂടിയാണ് ഇവിടെ വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും ക്വിക്കായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് പോകുന്നത് 8 ഓഫ് സോർഡ്സിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നവുമായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളോടൊപ്പം ലോങ് ടേം ആയിട്ട് സക്സസ്ഫുള്ളി പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാൻ സാധ്യതയില്ല. ഒരു പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, പെട്ടെന്ന് വന്നിട്ടൊരു കർമ്മ തീർത്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിലർക്കൊക്കെ ഒരു അവസരവും കൂടിയാണ് ചിലപ്പോൾ വരുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു കാർമികമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വന്നിട്ട് ആ ഒരു കർമ്മ തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവുമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഫാസ്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ തോന്നും എല്ലാം ഒരു ദ്രുതഗതിയിൽ പോകുന്നതായിട്ടോ, പെട്ടെന്ന് ഒരു വഴക്കുണ്ടാകുന്ന തരത്തിലുള്ള എനർജിയോ നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറുക. അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു എനർജിയിൽ നിന്ന് മാറി നിൽക്കുക. മെഡിറ്റേഷൻ എന്തായാലും ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വളരെയധികം ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി സ്ലോ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുക. ഇതാണ് നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജി. അതുപോലെ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വളരെയധികം സ്പീഡായിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ്. അടുത്തത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ പലർക്കും ഇവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത് കൂടിയാണ്. പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു, ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയ, ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്താണോ
ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിലേക്കുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു പുതിയ കോൺഫ്ലിക്റ്റിൻ്റെ തുടക്കമായിരിക്കാനും സാധ്യതയുണ്ട്. ഒരു ന്യൂ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നു എന്നുള്ളതും കൂടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ ഒരു സർജറി നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. എന്തായാലും നിങ്ങളിലേക്ക് ഒരു ന്യൂ ഐഡിയ ഡിവൈൻ കൊണ്ടുവരുന്നുണ്ട്, യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. അത് നിങ്ങളെ തീർച്ചയായിട്ടും സക്സസ്സിലേക്ക് നയിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് വാൻസ് ആണ്. അതായത് ഇവിടെയും ഒരു ഐഡിയ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട്, അതുപോലെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാഷനേറ്റ് ആവുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പേജ് ഓഫ് വാൻസ് പറയുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ മുഴുമിപ്പിക്കാതെ ഉപേക്ഷിച്ചൊരു കാര്യം, ചിലപ്പോൾ അത് നിങ്ങളുടെ പാഷനായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തിരിച്ചറിവ് വന്നിട്ട് തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ നൽകിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മുമ്പ് ഉണ്ടായിട്ടുള്ള വ്യക്തി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പേജ് ഓഫ് വാൻസ് പറയുന്നത്. ചിലർക്കൊക്കെ ഇതൊരു പുതിയ ഐഡിയ ആണ് കേട്ടോ. മുമ്പ് നിങ്ങൾ ചെയ്തിട്ട് മുഴുമിപ്പിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ മുമ്പ് ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. ആ ഒരു സാഹചര്യം കൊണ്ടോ, അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിലോ എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടോ അങ്ങനെ ഉപേക്ഷിച്ചൊരു കാര്യം, അത് ചിലപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും, അത് നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ പോലെ ഒരു വീഡിയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ആ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ, എന്ത് റിസ്ക് എടുത്തും ഞാനിത് ഫോളോ ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ചിലപ്പോൾ അത് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളോ, അല്ലെങ്കിൽ ആർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ, എന്താണോ നിങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത് അതിനെ നിങ്ങൾ ഫോളോ ചെയ്ത്, എന്ത് റിസ്ക് എടുത്തും ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിനായി സമയം മാറ്റി വെക്കുന്നു. ആരെന്ത് പറഞ്ഞാലും ഞാനിത് ചെയ്യും, ഇതെനിക്കിഷ്ടമാണ്, ഇതെനിക്ക് വളരെയധികം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു എല്ലാത്തിനെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നു. ഒരു ഫ്രീഡം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മിക്കവാറും പല വ്യക്തികളും ഇതൊരു 40 എബോവ് ഏജിലെ വ്യക്തികൾക്കാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് കൂടിയാണ്. ആ ഒരു സമയത്ത് പല കാര്യങ്ങളും തിരിച്ചറിവ് വന്നിട്ട് ആ ഒരു പാഷനൊപ്പം പോകുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് പേജ് ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത്. അടുത്തത് 8 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അതായത് മുമ്പ് നിങ്ങളിൽ നടന്നിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, ഇമോഷണലി ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ നിന്നും നിങ്ങൾ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക്, അതിനെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പുതിയൊരു തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാം. ഒരു ഗ്രഹണം കഴിഞ്ഞ് പുതിയൊരു തുടക്കമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പിറകിൽ അതിനെ ഉപേക്ഷിക്കുന്നു, പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നിരാശയൊക്കെ തോന്നുന്നുണ്ടാവും, അതുപോലെ തന്നെ എല്ലാം വിട്ടുപോയി ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ചിലർക്ക് ഇതിൽ നിന്നൊരു പഴയ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. എന്തായാലും നിങ്ങളുടെ പഴയതായിട്ടുള്ള കാര്യങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ ചതി, നിങ്ങൾ അത് എവിടെയും ആയിരിക്കാം, റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ എന്താണോ നിങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ളത് അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച്, പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. പലരും അങ്ങനെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 8 ഓഫ് കപ്സിൻ്റെ എനർജി. എന്തായാലും ഒരു പുതിയ വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അടുത്തത് 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ
വളരെയധികം റെസിലിയൻസോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ബൗണ്ടറി സൃഷ്ടിച്ചിട്ട് ഏത് സമയം നിങ്ങൾ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ വളരെയധികം ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഏത് സമയം അത് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ധൈര്യത്തോടുകൂടി എല്ലാത്തിനെയും നേരിടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പാഷൻ്റെ നിങ്ങളുള്ള ആ ഒരു എക്സ്ട്രാ ഹാർഡ് വർക്ക് അത് നിങ്ങളിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുറമേ ഉള്ള വ്യക്തികൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ ഭയന്നുകൊണ്ട് നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ്. ധൈര്യമുണ്ട് എങ്കിലും നിങ്ങൾ മറ്റുള്ള വ്യക്തികൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഭയത്തോടു കൂടി നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഒരു ചെറുത്തു നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ജോലിസ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ തന്നെ ഒരു ശത്രുക്കളാകുമോ, അവർ പ്രശ്നമുണ്ടാകുമോ എന്നുള്ള രീതിയിൽ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് 9 ഓഫ് വാൺസിൻ്റെ എനർജി. അതായത് എല്ലാത്തിൽ നിന്നും ഒരു ചെറുത്തു നിൽപ്പാണ് നിങ്ങൾ ഇവിടെ. ധൈര്യമുണ്ട് എങ്കിലും ഒരു ചെറുത്തു നിൽപ്പാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. എല്ലാം ഒരു റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടാവാനും കാലുവേദനയൊക്കെ ഉണ്ടാവാനും ഉള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയാണ്. വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് 9 ഓഫ് വാൺസിൻ്റെ എനർജി. അടുത്ത ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് നിങ്ങൾ വളരെയധികം എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവരെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും, വളരെയധികം കെയറിങ് ആയിരിക്കും, എല്ലാവരെയും കെയറിങ് ആയിരിക്കും. അതുപോലെ തന്നെ പലരും നിങ്ങളോട് ഇന്ന് വന്നിട്ട് അവരുടെ വിഷമങ്ങൾ നിങ്ങളോട് പറയാനും നിങ്ങളടുത്ത് വന്ന് സംസാരിച്ചാൽ അവർക്ക് ഒരു ആശ്വാസം തോന്നും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് വരികയും സംസാരിച്ചിട്ട് അവരെ വിഷമങ്ങളും ആകുലതകളും വേദനകളൊക്കെ നിങ്ങളിലേക്ക് ഇറക്കി വെച്ചിട്ട് നിങ്ങളുടെ വാക്കുകളെ അവർ വളരെയധികം മൂല്യത്തോടു കൂടി കാണുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ കാമായിരിക്കും നിങ്ങൾ, മറ്റുള്ളവരെ നർച്ചർ ചെയ്തു മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ്. കമ്പാഷനേറ്റ് ആയിരിക്കും, ഇമോഷണലി സ്റ്റേബിളും ആയിരിക്കും. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നുന്നുണ്ടാകും, വളരെയധികം ഇൻഡ്യൂറ്റീവ് ആയിരിക്കും നിങ്ങൾ എന്നുള്ളതും കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആകുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇതിനേക്കാളും വിഷമത്തിൽ കടന്നു പോയിട്ടുള്ള വ്യക്തി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. നിങ്ങൾക്കും ഒരു ഹീലിംഗ് ആവശ്യമുണ്ട്. എങ്കിലും നിങ്ങളത് പുറമേ പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ അവരെ സ്നേഹിച്ചുകൊണ്ടും വാത്സല്യത്തോടു കൂടിയും നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളതാണ്. വളരെയധികം പാഷനേറ്റായിട്ട് നിങ്ങൾ പെരുമാറി അവരെ ഹീൽ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. നിങ്ങൾക്കൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വാക്കിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ള വ്യക്തികളാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ഹീലിംഗ് ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ അതിനുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ഇതുണ്ടാവാം. മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ ഹീൽ ചെയ്യണം, അവരുടെ വേദനകൾ ഇല്ലാതാക്കണം, അവർക്കൊരു താങ്ങാവണം, തണലാവണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ഈ റീഡിങ് കാണുന്നുണ്ടാവാം. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹീലിങ്ങിൻ്റെ തരത്തിലുള്ള കോഴ്സിലേക്കോ അങ്ങനെയുള്ളൊരു തുടക്കമായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളത്. അത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊരു ഇതുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ മുന്നോട്ടേക്ക് നയിക്കണം, അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ ഒട്ടുമിക്കവാറും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് കൂടുതലും യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടാരോ റീഡിങ്ങുകളോ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഒന്ന്
നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ടാവാം. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളിൽ അങ്ങനെ ഒരു പവർ ഉണ്ടാവാം. നിങ്ങളുടെ കൈകൾക്ക് ഹീലിംഗ് കൊടുക്കുന്ന തരത്തിലൊരു എനർജി ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ടാവാം. നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അങ്ങനെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് എന്തോ ഒരു എനർജി മറ്റുള്ളവർക്ക് തോന്നുന്നതായിട്ടും ഉണ്ടാവാം. ഓക്കെ, അതാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടാണ് ഇന്ന് ഉണ്ടാവുക എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമോഷണലി അനാവശ്യമായിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും കൊണ്ടിരിക്കണ്ട. മെഡിറ്റേറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മനസ്സിന് സമാധാനം തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആർട്സോ അല്ലെങ്കിൽ പാട്ടോ ഡാൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. കുറേ പേരൊക്കെ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സന്തോഷം. പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ക്ലാസ്സിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഡ്രോയിങ്ങിന്, ഇങ്ങനെ കുറേ കോഴ്സസ് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ ടാരോ റീഡിങ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിന് കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ യോഗ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, നല്ലൊരു തുടക്കം തന്നെയായിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും അതിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങളുടെ പാഷനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഓക്കെ, ഇംപ്രൂവിങ് ഹെൽത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ സ്റ്റക്ക് ഫീലിംഗ്, സ്റ്റക്നെസ് ആണ് ഇവിടെ കാണുന്നത്. പലരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ബ്ലോക്ക് എനർജിയാണ് ഇവിടെ കാണുന്നത്, സ്റ്റക്നെസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്ത് വൈസ് ആയാലും നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഇമ്പ്രൂവിങ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏഞ്ചൽസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ടേക്ക് നീങ്ങുക. ഒരു യാത്രയൊക്കെ മനസ്സിൽ വിചാരിക്കുക, ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളത്. പറ്റുമെങ്കിൽ ഒരു യാത്ര പോവുക വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അടുത്തൊരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ളൊരു മാറ്റമായിരിക്കാം. അല്ലെങ്കിൽ എൻറ്റയർലി നിങ്ങൾ ആ ഒരു കർമ്മയൊക്കെ മാറി നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറുന്നതായിരിക്കാം. നിങ്ങളുടെ പാഷനിലേക്ക് എത്തുന്നതായിരിക്കും. അത് ഒരു കുറച്ച് മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. സക്സസ്, യെസ്. അപ്പോൾ നിങ്ങൾക്കൊരു സക്സസ് ആണ് ഇവിടെയും. ഇത് തന്നെയാണ് ഒരു തുടക്കം, ഒരു സക്സസ് തന്നെയാണ് നിങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ഏഞ്ചൽസും പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയ കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ സക്സസ് തന്നെയാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. മുന്നോട്ടേക്ക് പോകൂ, ഒരു സംശയവും വേണ്ട. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, കൂടുതലും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് മാത്രം പറയുക. യെസ്, നോക്കൂ, അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇവിടെയും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, അതായത് സക്സസ്സിലേക്ക് നയിക്കുന്ന ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണം തന്നെയാണ് കൊണ്ടുതരുന്നത്. ഒരു അബണ്ടൻസ് ആണ് നിങ്ങളെ തേടി വരുന്നത്. ഏഞ്ചൽസ് അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആരും വിഷമിച്ചിരിക്കേണ്ട, നിങ്ങളുടെ സമയം വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെയാണ് എല്ലാവരും ഈ ടാരോ റീഡിങ്ങും യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നത്. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ യൂണിവേഴ്സ് എന്ന വാക്ക് കേൾക്കുകയും റീഡിങ്ങുകളൊക്കെ കാണാൻ വരികയും ടാരോ എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളിൽ നിന്ന് മാറി ഇതുവരെ നിങ്ങൾ അനുഭവിച്ച എന്താണോ അതിനുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ളതൊന്നല്ല. നിങ്ങൾക്ക് എന്തോ വലിയൊരു കാര്യമാണ് യൂണിവേഴ്സ് കാത്തു വെച്ചിട്ടുള്ളത്. അത് നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങളുടെ അടുത്ത് തന്നെ എത്ര നിങ്ങൾ പോസിറ്റീവായിരിക്കുന്നു അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് എത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്ത് പോസിറ്റീവായിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിരിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. എപ്പോഴും എന്തിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ബ്ലെസ്സിങ്സ് ഒക്കെ എത്താൻ വേണ്ടിയിട്ടാണ് സക്സസ്, അബണ്ടൻസ് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളും കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്.
കാരണം എല്ലാവരും ഒരു എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്, സക്സസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ സക്സസ് ആയതിൻ്റെയും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് ചെയ്യുമ്പോഴും എനിക്ക് സന്തോഷം തന്നെയാണ്. ഏഞ്ചൽസ്, ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. യെസ്, കീപ് ദ ഡോർ ഓപ്പൺ. ഡോണ്ട് ബി സോ ഫോക്കസ്ഡ് ഓൺ എ ക്ലോസ്ഡ് ഡോർ ദാറ്റ് യു ഡോണ്ട് സീ ദ വൺ വിച്ച് ഓപ്പൺ ഫോർ യു. എപ്പോഴും അടഞ്ഞ വാതിലിൽ തന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡോർ യൂണിവേഴ്സായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണാത്തത്. അതുകൊണ്ട് തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി. നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഡോർ അവിടെ യൂണിവേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണ് കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. തുറന്ന വാതിൽ നിങ്ങൾക്കവിടെ ഉണ്ട്. അതിലേക്ക് പോകാനാണ് പറയുന്നത്. You are enough. The person you are meant to be with will love you the way you are. You don't need to change. നിങ്ങൾ മാറേണ്ട ഒരു ആവശ്യവുമില്ല. അതായത് നിങ്ങൾ നിങ്ങളായിരുന്നാൽ മതി. നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളായിരുന്നാൽ നിങ്ങൾ ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടാനായിട്ട് മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ നിങ്ങളായിരിക്കുക. ഓക്കെ. റീച്ചിങ് യുവർ ഗോൾ. യെസ്, അത് തന്നെയാണ് ഇവിടെ സക്സസ് തന്നെയാണ് വന്നിരിക്കുന്നത്. എവറിത്തിങ് യു വാണ്ട് ഫ്രം ദിസ് കണക്ഷൻ വിൽ മാനിഫെസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അടുത്ത് തന്നെ, നിങ്ങളുടെ അടുത്ത ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ കണക്ഷൻ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് ഇവിടെ ലവ് ഏഞ്ചൽസും പറയുന്നത്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ബി ഒപ്റ്റിമിസ്റ്റിക്, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി. യു ക്യാൻ അട്രാക്ട് ലവ് വിത്ത് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഇരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അത് നിങ്ങളിലേക്ക് എത്തില്ല. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാനാണ് പറയുന്നത്. ബി ഒപ്റ്റിമിസ്റ്റിക്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, എല്ലാം ശരിയാവും. ഓക്കെ, ഒന്നും പേടിക്കണ്ട. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. യൂണിവേഴ്സിൻ്റെ പോരാളികളാണ് നമ്മളെല്ലാവരും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, യൂണിവേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും നാളും അനുഭവിച്ചതിനൊക്കെ എന്തുകൊണ്ടാണ് അനുഭവിച്ചത്? യൂണിവേഴ്സ് നിങ്ങളെ ആ യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങളെ പോരാളികളാക്കി ഓരോ അനുഭവത്തിലൂടെ നിങ്ങളെ സ്ട്രോങ് ആക്കി മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ പാഠങ്ങളും പഠിച്ച് നിങ്ങൾ നല്ലൊരു പേഴ്സണാലിറ്റി ആവുക, എങ്കിലാണ് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. സ്വയം സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. എല്ലാവരും ഈ ഭൂമിയിലേക്ക് തനിച്ചാണ് വന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താണ്, സ്വയം മറ്റുള്ള ഒരാളുടെ വാക്കുകൾക്ക് വേണ്ടി സ്വയം മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ നല്ലതായിട്ട് തോന്നുന്നത് അതിനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങളല്ലാതെ നിങ്ങളെ ആരാ ഇഷ്ടപ്പെടേണ്ടത്? അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ മറ്റുള്ളവരാരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ഇനി ഒരു പരാതിയും പറയണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുക നിങ്ങളെ തന്നെ. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടോളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ അബണ്ടൻസ് എന്ന് പറയുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പാണെന്ന് തോന്നുന്നു ഈ ഒരു ദിവസം. ചിലപ്പോൾ അതായിരിക്കാം കേട്ടോ. പക്ഷെ ആണോ എന്നൊന്നും ഞാൻ അതിൻ്റെ ക്ലാരിറ്റി ഒന്നും എടുത്തിട്ടില്ല. ആയിരിക്കാൻ സാധ്യതയുണ്ട്. നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലോട്ടറിയൊക്കെ തരാൻ യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തുമായിരിക്കാം. നിങ്ങൾ ലോട്ടറി എടുത്തോന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യുക ലോട്ടറി അടിച്ചോ ഇല്ലയോ എന്നുള്ളത്. രാത്രി കമൻറ്റ് ചെയ്താലും മതി. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അറിയില്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക. അത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി നാളെ വന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് നിങ്ങൾ എനിക്ക് ലോട്ടറി അടിച്ചില്ല, നിങ്ങൾ പറഞ്ഞില്ലേ അടിക്കും എന്നൊന്നും പറഞ്ഞു വരരുത്. ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ബമ്പർ എടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പഠിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേറെ എവിടെന്നെങ്കിലും ഒരു നറുക്കെടുപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അബണ്ടൻസ് പണം നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നല്ലൊരു റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും സക്സസ്സും അബണ്ടൻസും ന്യൂ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ലഭിക്കട്ടെ. അപ്പോൾ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് ഞാൻ സ്പ്രെഡ് തരികയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.